പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE ഇന്ത്യയിൽ TV ടെലികാസ്റ്റ് നിർത്തുന്നു എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നു. WWE നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഏപ്രിൽ 1 തീയതി മുതൽ അവരുടെ എല്ലാ കണ്ടൻറ്റും ലൈവായിട്ട് സ്ട്രീം ചെയ്ത് തുടങ്ങും എന്നുള്ളതും ഔദ്യോഗികമായി കൺഫേം ചെയ്യുന്നുണ്ട്. WWEയുടെ റോ, സ്മാക്ഡൗൺ, NXT പിന്നീട് വരുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ്സ്. ഇപ്പോൾ റസൽമീനിയ 41 അടുത്തതായി വരാൻ പോകുന്ന ബിഗ് പ്രീമിയം ലൈവ് ഇവൻറ്റ്. അതടക്കം എല്ലാതും ഇനി അങ്ങോട്ട് നെറ്റ്ഫ്ലിക്സിലായിരിക്കും നമുക്ക് ഇന്ത്യയിൽ ലൈവായി കാണാൻ സാധിക്കുക എന്നുള്ളതും WWE ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ എച്ച് ആ ഒരു അനൗൺസ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോയും ഒഫീഷ്യൽ പേജുകളിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ TV ടെലികാസ്റ്റ് നിർത്തുന്ന WWEയെ സംബന്ധിച്ച് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത് പുതിയൊരു കാലഘട്ടമാണ്. TVയിലൂടെ മാത്രം ആരാധകർ കണ്ടിട്ടുള്ള WWEയെ ഇനി നമുക്ക് TVയിലൂടെ കാണാൻ സാധിക്കില്ല. ആരാധകരുടെ എണ്ണത്തിൽ അത് വലിയ ഒരു കുറവിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഫ്രീ ആയിട്ട് TVയിലൂടെ കണ്ടിരുന്ന എത്ര ആരാധകർ ഇനി നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിക്കും എന്നുള്ളത് കരുതിയിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിൽ ടെലികാസ്റ്റ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ട്രീം ചെയ്യാൻ എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് ഏപ്രിലിന് ശേഷമുള്ള ഓരോ ടെലികാസ്റ്റ് അല്ലെങ്കിൽ സ്ട്രീം കണ്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. സോണി ചാനലുകളിലൂടെ കഴിഞ്ഞ 20 വർഷത്തിലധികമായി നമ്മൾ കണ്ടുവന്നിരുന്ന WWE പ്രോഗ്രാമുകൾ ഏപ്രിൽ ആദ്യ ദിവസത്തൊട്ട് ഇനി ഉണ്ടായിരിക്കില്ല എന്നുള്ളതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺ സിനയെ സംബന്ധിച്ചാണ്. ജോൺ സിനയുടെ നെക്സ്റ്റ് അപ്പിയറൻസുകളെ സംബന്ധിച്ചുള്ള മറ്റ് കിടിലനായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റസൽമീനിയ 41 കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജോൺ സിനയെ ഇപ്പോൾ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ജോൺസണയുടെ അപ്പിയറൻസ് ഉണ്ടായിരിക്കുന്നുള്ളതും ഒഫീഷ്യലി അവർ കൺഫേം ചെയ്യുന്നുണ്ട്. കൂടാതെ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന TV സ്പെഷ്യൽ എപ്പിസോഡിലും ജോൺസണയെ അവർ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതും ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ 2025 അവസാന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന TV സ്പെഷ്യൽ എപ്പിസോഡ് നടക്കുന്നത് ഡിസംബർ മാസത്തിലാണ്. അതും ജോൺസണയുടെ സ്വന്തം സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റോ മത്സരമോ ജോൺസണയുടെ സ്റ്റോറിയുടെ ഭാഗമായി നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിസംബർ 31 കൂടി റസ്ലിംഗ് റിങ്ങിനോട് ഇവിടെ പറയാൻ പോകുന്ന ജോൺസണയെ സംബന്ധിച്ച് സ്വന്തം സ്ഥലത്ത് വെച്ച്, സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള സെഗ്മെൻറ്റുകളായിരിക്കും സമ്മാനിക്കുക. ജോൺസണയെ സംബന്ധിച്ച് നമുക്ക് ലേറ്റസ്റ്റായി അറിയാൻ സാധിക്കുന്ന അപ്ഡേറ്റ്സും അതുതന്നെയാണ്. എന്നാൽ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ നമ്മളെ എല്ലാവരെയും, ലോകത്ത് എല്ലാ ആരാധകരെയും ഞെട്ടിച്ച ആ ഒരു ആംഗിൾ ഉണ്ടായിരുന്നത് ജോൺസണയുടെ ഹീൽ ടേൺ തന്നെയായിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിലധികമായി കമ്പനിയുടെ ഫേസ് ആയിട്ടുണ്ടായിരുന്ന താരം പെട്ടെന്ന് ഒറ്റയടിക്ക് ജോൺസണ റോക്കിൻ്റെ കൂടെ നിന്ന് നിലവിലെ ഫേസ് ആയിട്ടുള്ള കോഡി റോഡ്സിനെ ആക്രമിച്ച് ഹീൽ ആകുന്നതോട് വലിയൊരു ഞെട്ടലാണ് എല്ലാവർക്കും ഉണ്ടാക്കിയത്. അതിനെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് റസ്ലിംഗ് ഒബ്സർവർ ന്യൂസ് ലെറ്റർ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിലൂടെ ഡേ മെൽസർ പുറത്തേക്ക് വിടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ കൊടുക്കുന്നത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു ജോൺസണയെ ഹീൽ ടേൺ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ആദ്യ ഓപ്ഷൻ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ കോഡി റോഡ്സ് തന്നെയായിരുന്നു. കോഡി റോഡ്സ് റോക്കിൻ്റെ കൂടെ ചേർന്ന് ഹീലാകാനുള്ള ഒരു പ്ലാൻ തന്നെയായിരുന്നു തുടക്കത്തിൽ അവർക്ക് ഉണ്ടായത്. എന്നാൽ കോഡി റോഡ്സ് അതിനെ സമ്മതിച്ചില്ലെങ്കിൽ മാത്രം ജോൺസണയെ അതിലേക്ക് എടുത്താൽ മതി എന്നുള്ളൊരു പ്ലാൻ അവർക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. കോഡി റോഡ്സ് ഇത്തരത്തിലുള്ളൊരു പ്ലാൻ റിജക്റ്റ് ചെയ്തു. കോഡി റോഡ്സിന് അത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കോഡി പറഞ്ഞു. അതിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. കാരണം കോഡി റോഡ്സിൻ്റെ ഒപ്പം ഇപ്പോൾ കോടിക്കണക്കിന് ആരാധകരുണ്ട്. കുറേയധികം നാളുകൾക്ക് ശേഷമാണ്, കൃത്യമായി പറയുകയാണെങ്കിൽ ജോൺസണയ്ക്ക് ശേഷം ആണ് ഇത്രയും ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫേസ് ക്യാരക്ടറിനെ അവർക്ക് കിട്ടുന്നത്. റോമൻ റീൻസിൻ്റെ ഫേസ് ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മിക്സ്ഡ് റിയാക്ഷൻ ആയിരുന്നു. കൂടുതലും നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമായിരുന്നു റോമൻ റീൻസിൻ്റെ ഫേസ് ക്യാരക്ടറിനെ നേരിടേണ്ടി വന്നത്. റോമൻ ഹീലായതിനു ശേഷമാണ് അതിൽ കുറച്ചെങ്കിലും വ്യത്യാസം വലിയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജോൺസണയ്ക്ക് ശേഷം കമ്പനിക്ക് ലഭിച്ച ഒരു പൂർണ്ണ ബേബി ഫേസ് ക്യാരക്ടർ ആയിരുന്നു, നായകൻ ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു കോഡി റോഡ്സിൻ്റേത്. ആ കോഡി ചാമ്പ്യനായിട്ട് ഇന്ന് ഇങ്ങനെ കമ്പനിയുടെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയത്ത് റോക്കിൻ്റെ കൂടെ ചേർന്ന് വില്ലൻ ആകുമ്പോൾ അത് ക്രൗഡിനെ നല്ല രീതിയിൽ വെറുപ്പിക്കും. അപ്പോൾ ഇപ്പോൾ കോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന പല
കുട്ടികളടക്കമുള്ള ആരാധകരുണ്ട്. അത് ഒറ്റയടിക്ക് തിരിയാനും അത് വ്യൂവർഷിപ്പിനെയും അതുപോലെ തന്നെ കമ്പനിയുടെ ബിസിനസ്സിനെയും നല്ല രീതിയിൽ ബാധിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കോഡി റോഡ്സ് ആ ഒരു പ്ലാൻ റിജക്റ്റ് ചെയ്തപ്പോൾ പിന്നീട് കോഡിയെ അവർ ഫോഴ്സ് ചെയ്തില്ല കോഡി റോക്കിൻ്റെ കൂടെ നിന്ന് ഹീലാകണം എന്നുള്ളത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഓപ്ഷനായ ജോൺസിനെ ഹീൽ ടേൺ ചെയ്യിപ്പിക്കാം, ജോൺസിനെ വില്ലനാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. അതാണ് നമുക്ക് എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവരെല്ലാം കാണാൻ സാധിച്ചത്. ഒരു പക്ഷേ കോഡി ആക്സെപ്റ്റ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ജോൺസിനെ ഹീലായപ്പോൾ ലഭിച്ച ഒരു റിയാക്ഷൻ കോഡിയുടെ ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു സപ്പോർട്ടിന് കിട്ടില്ല. കോഡി റോഡ്സ് ഹീലായാൽ ലോകമെമ്പാടും ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായ ജോൺസിനയുടെ ആ വില്ലൻ ഒരു തിരിവിന് അതിന് വലിയൊരു പ്രാധാന്യം കോടി തിരിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. എന്തായാലും ജോൺസിനെ ഹീലാക്കുക എന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ച് അത് ഇൻഡസ്ട്രി ചേഞ്ചിങ് മൊമെൻറ്റ് തന്നെയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു നിമിഷത്തിലാണ് ജോൺസിനയുടെ ഹീൽ ടേൺ സംഭവിച്ചത്, അതും സാക്ഷാൽ ദ റോക്കിൻ്റെ ഒപ്പം. കോഡി റോഡ്സ് ആ ഒരു ഓപ്ഷൻ എടുക്കാതിരുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.